സംസ്ഥാനത്ത് തിങ്കളാഴ്ച വരെ ഇടിമിന്നലോട് കൂടിയ മഴയ്ക്ക് സാധ്യത. ഒറ്റപ്പെട്ട സ്ഥലങ്ങളിൽ ശക്തമായ മഴയ്ക്കും സാധ്യത നിലനിൽക്കുന്നുണ്ട്. അതിനാൽ ജാഗ്രത പാലിക്കണമെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് അറിയിച്ചു. ഇന്ന് തിരുവനന്തപുരം, എറണാകുളം, ഇടുക്കി ജില്ലകളിലും തിങ്കളാഴ്ച വയനാട്, കണ്ണൂർ ജില്ലകളിലും ഒറ്റപ്പെട്ട സ്ഥലങ്ങളിൽ ശക്തമായ മഴയാണ് പ്രവചിക്കുന്നത്. ജാഗ്രതയുടെ ഭാഗമായി ഈ ജില്ലകളിൽ കാലാവസ്ഥാ വകുപ്പ് യെല്ലോ അലർട്ട് പ്രഖ്യാപിച്ചു. 24 മണിക്കൂറിൽ 64.5 മില്ലിമീറ്റർ മുതൽ 115.5 മില്ലിമീറ്റർ വരെ ലഭിക്കുന്ന ശക്തമായ മഴയാണ് യെല്ലോ അലർട്ട് കൊണ്ട് അർത്ഥമാക്കുന്നത്. ഇടിമിന്നലിനൊപ്പം ശക്തമായ കാറ്റിനും സാധ്യതയുണ്ട്. ഇന്നും നാളെയും മണിക്കൂറിൽ 30 മുതൽ 40 കിലോമീറ്റർ വരെ വേഗത്തിൽ ശക്തമായ കാറ്റ് വീശിയേക്കുമെന്നും കാലാവസ്ഥാ വകുപ്പ് അറിയിച്ചു. കള്ളക്കടൽ പ്രതിഭാസത്തിന്റെ ഭാഗമായി കേരള തീരത്ത് വെള്ളിയാഴ്ച രാത്രി 11:30 വരെ ഉയർന്ന തിരമാലകൾക്ക് സാധ്യതയെന്ന് സമുദ്രസ്ഥിതി പഠന ഗവേഷണ കേന്ദ്രം അറിയിച്ചു. 0.8 മുതൽ 1.7 മീറ്റർ വരെ തിരമാല ഉയരാൻ സാധ്യതയുണ്ടെന്നാണ് മുന്നറിയിപ്പ്. കന്യാകുമാരി തീരത്തും മുന്നറിയിപ്പുണ്ട്. നാളെ രാത്രി 11:30 വരെ 0.8 മുതൽ 1.5 മീറ്റർ വരെ ഉയർന്ന തിരമാലകൾ കാരണം കടലാക്രമണത്തിന് സാധ്യതയുണ്ടെന്നാണ് അറിയിപ്പ്. കടലാക്രമണത്തിന് സാധ്യതയുള്ളതിനാൽ മത്സ്യത്തൊഴിലാളികളും തീരദേശവാസികളും ജാഗ്രത പാലിക്കണം. കടൽക്ഷോഭം രൂക്ഷമാകാൻ സാധ്യതയുള്ളതിനാൽ അപകട മേഖലകളിൽ നിന്ന് അധികൃതർ നിർദ്ദേശിച്ചാൽ മാറി താമസിക്കണം. മത്സ്യബന്ധന യാനങ്ങൾ ഹാർബറിൽ സുരക്ഷിതമായി കെട്ടിയിട്ട് സൂക്ഷിക്കണം. വള്ളങ്ങൾ തമ്മിൽ സുരക്ഷിത അകലം പാലിക്കുന്നതിലൂടെ കൂട്ടിയിടിച്ചുള്ള അപകട സാധ്യത ഒഴിവാക്കാം. മത്സ്യബന്ധന ഉപകരണങ്ങളുടെ സുരക്ഷ ഉറപ്പാക്കണം. ബീച്ചിലേക്കുള്ള യാത്രകളും കടലിൽ ഇറങ്ങിയുള്ള വിനോദങ്ങളും പൂർണ്ണമായും ഒഴിവാക്കണമെന്നും സംസ്ഥാന ദുരന്ത നിവാരണ അതോറിറ്റി അറിയിച്ചു. അതേസമയം പാലായിൽ ഇന്നലെ പെയ്ത കനത്ത വേനൽ മഴയിൽ പല ഭാഗങ്ങളിലും രൂക്ഷമായ വെള്ളക്കെട്ടാണ് അനുഭവപ്പെട്ടത്. വെള്ളം ഉയർന്നതോടെ പലയിടങ്ങളിലും ഗതാഗത കുരുക്കുണ്ടായി. സെന്റ് തോമസ് ഹയർ സെക്കൻഡറി സ്കൂളിന് മുൻവശം, KCBക്ക് മുൻവശം, മാർക്കറ്റ് ജംഗ്ഷൻ, കൊട്ടാരമറ്റം, അൽഫോൻസ കോളേജിന് സമീപം, മൂന്നാനി, ഇടപ്പാടി എന്നിവിടങ്ങളിലെല്ലാം കനത്ത വെള്ളക്കെട്ടാണ് ഉണ്ടായത്. ഇന്നലെ വൈകിട്ട് 3-ന് ആരംഭിച്ച മഴ 2.5 മണിക്കൂറോളം നീണ്ടുനിന്നു. ഏറ്റുമാനൂർ പൂഞ്ഞാർ ഹൈവേയിൽ സെന്റ് തോമസ് സ്കൂളിന് മുൻഭാഗത്ത് ചെറിയ മഴയ്ക്ക് പോലും വെള്ളം ഉയരുന്നത് പതിവാണ്. വെള്ളം ഒഴുകിപ്പോയിരുന്ന ചാൽ സ്വകാര്യ സ്ഥാപനങ്ങൾ അടച്ചതോടെയാണ് ഇവിടെ വെള്ളക്കെട്ട് രൂക്ഷമാകുന്നത്. മുൻകാലങ്ങളിൽ ഈ ഭാഗത്ത് വെള്ളക്കെട്ട് ഉണ്ടാകാറില്ലായിരുന്നു. ഏതാനും വർഷം മുൻപാണ് ചില സ്വകാര്യ സ്ഥാപനങ്ങൾ വെള്ളം ഒഴുകിപ്പോകുന്ന ചാൽ അടച്ചത്. മഴ പെയ്യുമ്പോൾ ഈ ഭാഗത്ത് 2 അടിയിലേറെ വെള്ളം ഉയരും. വെള്ളം ഒഴുകിപ്പോകാൻ മണിക്കൂറുകളോളം എടുക്കും. ഈ സമയത്ത് വാഹനങ്ങൾക്ക് യാത്ര ദുഷ്കരമാണ്. ഓടകൾ അടഞ്ഞുകിടക്കുന്നതിനാൽ ഏറെ സമയത്തിന് ശേഷമേ വെള്ളം ഒഴുകിപ്പോകുകയുള്ളൂ. വലിയ വാഹനങ്ങൾ കടന്നു പോകുമ്പോൾ സമീപത്തെ കടകളിലേക്കും കാൽനട യാത്രക്കാരുടെ ദേഹത്തേക്കും മലിനജലം തെറിക്കുന്നത് പതിവാണ്. അധ്യയന വർഷം ആരംഭിക്കുന്നതോടെ കുട്ടികളും ഇതുവഴി കടന്നുപോകാൻ ഏറെ കഷ്ടപ്പെടുന്ന ഒരവസ്ഥയായിരിക്കും. പ്രധാന റോഡിലെ തിരക്കേറിയ ഭാഗത്തെ വെള്ളക്കെട്ട് വാഹന ഗതാഗതത്തെയും കാര്യമായി ബാധിക്കുന്നുണ്ട്. വേനൽക്കാലത്ത് ഓടകൾ നവീകരിക്കാത്തതാണ് പല സ്ഥലത്തും വെള്ളക്കെട്ടിന് കാരണമാകുന്നത്. ഓടകളിൽ പ്ലാസ്റ്റിക് മാലിന്യങ്ങളും മറ്റും അടിഞ്ഞുകൂടി വെള്ളമൊഴുക്കം നിലച്ച അവസ്ഥയാണ്. മുൻകാലങ്ങളിൽ മഴക്കാലത്തിന് മുൻപേ ഓടകൾ നവീകരിക്കാറുണ്ടായിരുന്നു. എന്നാൽ ഏതാനും വർഷങ്ങളായി ഓട വൃത്തിയാക്കാൻ നിലച്ചിരിക്കുകയാണ്. മഴ ശക്തമാകുന്നതിന് മുൻപ് തന്നെ ഓടകൾ വൃത്തിയാക്കി വെള്ളക്കെട്ടിന് ശാശ്വത പരിഹാരം കാണണമെന്ന് വ്യാപാരികളും നാട്ടുകാരും ആവശ്യപ്പെട്ടു. അതേസമയം സംസ്ഥാനത്ത് ചൂടുയരുന്ന സാഹചര്യത്തിൽ വിവിധ ജില്ലകളിൽ യെല്ലോ അലർട്ട് പ്രഖ്യാപിച്ചു. എറണാകുളം, തൃശൂർ, പാലക്കാട്, മലപ്പുറം, കോഴിക്കോട്, കണ്ണൂർ, കാസർഗോഡ് ജില്ലകളിലാണ് ജാഗ്രതാ നിർദ്ദേശം പുറപ്പെടുവിച്ചിട്ടുള്ളത്. ഇന്നു മുതൽ ഏപ്രിൽ 26 വരെ പാലക്കാട്, കോഴിക്കോട് ജില്ലകളിൽ ഉയർന്ന താപനില 37 ഡിഗ്രി സെൽഷ്യസ് വരെ ഉയരുമെന്ന് കാലാവസ്ഥാ കേന്ദ്രം അറിയിച്ചു. ന്യൂസ് ഡെസ്ക്, കേരള കൗമുദി.